പാത്തുവിന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തടി അവൾക്കില്ല. അതുകൊണ്ട് തന്നെ കുറേ പേര് എന്നോട് സജസ്റ്റ് ചെയ്തു കുട്ടിക്ക് നന്നായിട്ട് നട്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട്. പക്ഷേ ഈ കിടാവ് എങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിക്കില്ല കേട്ടോ. പിന്നെ കഴിക്കുന്നത് പറയാച്ചുണ്ടെങ്കിൽ കപ്പലിയാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒക്കെ കണക്കാ. നമ്മൾ ബദാം കുതിർത്തിട്ടിട്ട് വായ വെച്ച് കൊടുത്താലും ചിലപ്പോൾ തുപ്പിടുന്നത് കാണാം. ഇടയ്ക്ക് വല്ലപ്പോഴും മൂട് തോന്നിയാൽ 1-2 അത്രേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് എല്ലാ പോഷകവും കിട്ടണ്ടേ. അപ്പോൾ ഈ നട്ട്സ് തീരെ അങ്ങോട്ട് കഴിക്കാണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പാത്തുവിന് നട്ട്സ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നൊരു ന്യൂട്ടല്ല പോലെയൊക്കെ ഒരു സംഭവം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഹേസൽനട്ടും ആൽമണ്ട്സും കാഷ്യും കൂടി മേടിച്ചു. ഒക്കെ 50 ഗ്രാമേ മേടിച്ചുള്ളൂ. അപ്പം ഗ്ലാസ് കണക്ക് പറയാച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഗ്ലാസ്സേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തു. കരിയണ്ട, പൊടിച്ച് കിട്ടാനായിട്ടുള്ള ഒരു വറവില്ലേ, അത് മതി. എന്നിട്ട് ഇതേ മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ. പക്ഷെ എൻ്റെ മിക്സിക്ക് ഉണ്ടല്ലോ അധികം എനർജി പവർ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നി അങ്ങനെ അങ്ങോട്ട് അരഞ്ഞു കിട്ടിയില്ല. എന്നാലും ഒപ്പിക്കാവുന്ന രീതിയിലായിട്ടുണ്ട്. നട്ട്സൊക്കെ പൊടിഞ്ഞ് കിട്ടിയതിന് ശേഷം ഇനി ഇൻഗ്രീഡിയൻസ് ചേർക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറ് തുറക്കാനായിട്ട് പെട്ട പാട്. വറുത്തപ്പം തന്നെ അങ്ങോട്ട് കോരിയിട്ടതല്ലേ പൊടിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ചൂടും ഉണ്ടായിരുന്നു. എല്ലാം കൂടിയായിട്ട് ആ മൂടി അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏട്ടനും കുറേ ട്രൈ ചെയ്തിട്ടാണ് അവസാനം തുറന്ന് കിട്ടിയത്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പൊടിയും ഇച്ചിരി കോളം കൊക്കോ പൗഡറും കൂടി ചേർത്തു. എന്നിട്ട് അതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോഴും ഈ അടപ്പ് തുറക്കാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇത് അത്യാവശ്യ രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ഇനി ഇത് ന്യൂട്ടെല്ല രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി കൂടി മോയ്സ്ചർ ഇതിൽ വേണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടറാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ പാത്തുട്ടിയുടെ കൂടെ കളിക്കാനായിട്ട് ഇപ്പോൾ പിള്ളേരൊന്നുമില്ല. തന്നെക്കായാലും കുറേ നേരം ഇരുന്ന് വാശിയൊന്നും പിടിക്കാണ്ട് കളിച്ചോളൂ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് കട്ടിയുള്ള ബട്ടർ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ജാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടായിരുന്നു ഞാൻ. പക്ഷെ അത് ബ്ലെൻഡ് ആവണുണ്ടായിരുന്നില്ല കേട്ടോ. മെൽറ്റ് ചെയ്തിട്ടാൽ മതിയായിരുന്നു എപ്പോഴായിട്ടാ തോന്നിയത്. ഈ മിക്സ്ചർ ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ മേളിൽ കൂടെ കുറച്ച് ഹണി അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ടൊന്ന് കറക്കി നോക്കിയതേ ഓർമ്മയുള്ളൂ. മിക്സിയിൽ ഒരു പൊട്ടലും ചീച്ചലൊക്കെ. അങ്ങനെ ഏട്ടൻ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ബാക്കിലത്തെ നട്ടങ്ങാണ്ട് ഊരിപ്പോയിന്ന്. അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു പരീക്ഷണം തുടങ്ങിയുള്ളൂ. അപ്പോഴേക്കും മിക്സിയിൽ ഒരു ജാർ അങ്ങോട്ട് അടിച്ചു പോയി. അങ്ങനെ അങ്ങ് തോറ്റു കൊടുത്ത് പിന്മാറാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ജാറിലത്തെ കണ്ടന്റ് ഞാൻ അടുത്ത കുറച്ചും കൂടി വലിയ ജാറില്ലേ മിക്സിയുടെ, അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇച്ചിരി കൂടി ഹണി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തു. ഇത് പിന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഞാനുണ്ടല്ലോ ഒരു പാത്രം എടുത്തിട്ടേ അത് നന്നായിട്ട് അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ ഒരു ന്യൂട്ടല്ല ഇല്ലേ, ഈ ഒരു ന്യൂട്ടല്ല എന്ന് തന്നെ അതിനെ വിളിക്കാം, ഹോം മെയ്ഡ് ന്യൂട്ടല്ല, ഈ കണ്ടെയ്നറിലേക്ക് അങ്ങോട്ട് പകർത്തി. വെള്ളത്തിന്റെ ഒരു അംശം പാടില്ല കേട്ടോ, എങ്കിൽ കേടാവും. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നമുക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് കട്ടി ആയിട്ടിരിക്കുന്നുണ്ട്. അത് നന്നായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ് മിക്സായി കിട്ടിയില്ല. എൻ്റെ ജാറിന് അത്രയ്ക്ക് അങ്ങോട്ട് പവറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ പാത്തുട്ടിക്ക് ബ്രെഡിൽ ഇങ്ങനെ വെറുതെ പരത്തി കൊടുത്താലൊന്നും അവൾ കഴിക്കില്ല കേട്ടോ. ബ്രെഡും ജാമും ബ്രെഡും ബട്ടറൊക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്. കൊച്ചിന് അതൊന്നും ഇഷ്ടമല്ല. പക്ഷെ സാൻഡ്വിച്ചൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ബ്രെഡ് എന്ന് തോന്നിക്കാത്ത രീതിയിൽ വേറെ വല്ലതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ കഴിക്കും. അപ്പോൾ അവളെ കൊണ്ട് കഴിപ്പിക്കുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാനുണ്ടല്ലോ വേറൊരു ഐഡിയ ചെയ്തു. 4 ബ്രെഡ് എടുത്തു. എന്നിട്ട് അതിൻ്റെ 4 വശവും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. റിമൈനിങ് പാർട്ടില്ലേ അത് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ന്യൂട്ടെല്ലാം ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. തേക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കുള്ളത് മാതിരി അങ്ങനെ സ്മൂത്ത് ആയിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ തേച്ച് പിടിപ്പിച്ചു. അതിൻ്റെ മുകളിൽ വേറെ ബ്രെഡ് വെച്ചു. എന്നിട്ട് വീണ്ടും തേച്ചു. അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ചു. അങ്ങനെ തേച്ചു. അങ്ങനെ ഒരു ലെയർ ആക്കി. എന്നിട്ട് ഇത് റെക്റ്റാങ്കിൾ ആക്കി 3 പാർട്ടായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഒരു ബൗൾ എടുത്തു. എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരിക്കോളം പാൽ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടേ ബട്ടർ മെൽറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ ലെയർ ഈ മുട്ടയും പാലിൻ്റെയും മിക്സ്ചറിലേക്ക് അങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഈ ബട്ടറിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതങ്ങോട്ട് ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കണതിന് മുമ്പുണ്ടല്ലോ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൊക്കോ പൗഡർ ചെറുതായിട്ടൊന്ന് തൂവി കൊടുത്തു. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ടെസ്റ്റർ ആദ്യം തന്നെ വന്നിട്ട് ബൈറ്റ് എടുത്ത് നോക്കി നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. മധുരമൊക്കെ നല്ല പാകത്തിനാന്ന് പറഞ്ഞു. ശർക്കരപ്പൊടിയും തേനെല്ലാം ഇട്ടത്. അപ്പോൾ എത്രത്തോളം മധുരം വരുന്നത് നമുക്ക് ഊഹിക്കാമല്ലോ. പാത്തിട്ട് ഒരു ബൈറ്റ് എടുത്തതിന് ശേഷം പിന്നെ ചോദിച്ച് കഴിക്കായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. പിറ്റേ ദിവസം സ്കൂളിലേക്ക് എന്ത് സ്നാക്ക് കൊടുത്തയക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് തലേ ദിവസം തൊട്ടേ ഭയങ്കര തലവേദനയാണ്. ഇനിയിപ്പോൾ ഇത് ഇഷ്ടമായ സ്ഥിതിക്ക് വല്ലപ്പോഴും ഒരിക്കലും ഇതൊക്കെ കൊടുത്തയക്കാമല്ലോ. ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയത് രാത്രി 7:30 ആയപ്പോഴാണ്. കഴിഞ്ഞപ്പോൾ ഏകദേശം ഉറങ്ങാനുള്ള സമയമൊക്കെ ഉറങ്ങിക്കൊണ്ടിരുന്ന വിഭുവിനെ കുത്തി വിളിച്ച് എണീപ്പിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കൊടുത്തത്. അവൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. നീ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഓരോ വെറൈറ്റി ഉണ്ടാക്കിക്കോളൂട്ടോ, വെറുതെ ഇരിക്കരുത് എന്നാണ് എൻ്റെ അനിയത്തിയുടെ വക അപ്രിസിയേഷൻ കിട്ടിയത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ എത്രയുള്ളോ, ഇനി നാളെ കാണാം കേട്ടോ. ബൈ.